പ്രശ്നം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈശ്വര, ഇവളെന്തിനും ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്റെ കാര്യം പറയാനായിരിക്കോ? താനിന്നെ സമാധാനപരമായി പ്രതിഷേധം നടത്തിക്കൊണ്ടിരുന്ന പിള്ളാരെയാ തല്ലിയത്. ഇനി അവന്മാര് കൈയും കെട്ടി നോക്കി നിൽക്കുന്ന തനിക്ക് തോന്നുന്നുണ്ടോ? നാളെ മുതൽ സ്റ്റുഡൻസ് പ്രതിഷേധം കാണിക്കാൻ പോകുന്നതേ മുദ്രാവാക്യം വിളിച്ചിട്ടായിരിക്കില്ല. തന്റെ പേരിലുള്ള എല്ലാ സ്ഥാപനങ്ങളെയും അവര് പൂട്ടിക്കും. തന്റെ വണ്ടികൾക്ക് നേരെ കല്ലെറിയും. തന്റെ മക്കളെ റോഡിൽ വെച്ച് കണ്ട തല്ലി ഓടിക്കും. ഭാഗ്യം എന്നെ കുറിച്ച് പറയാൻ വന്നതല്ല. അങ്ങനെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ പോലീസിനെ കൊണ്ട് എല്ലാത്തിനെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്യിക്കും. നിന്റെ പോലീസെ എത്ര പേരെ അറസ്റ്റ് ചെയ്യും? ഞങ്ങളുടെ കോളേജിലെ മാത്രമല്ല, ഈ ടൗണിലെ എല്ലാ കോളേജിലെ വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടായി നിന്റെ തന്തയ്ക്കെതിരെ നിൽക്കാൻ തീരുമാനിച്ച ഇയാൾ എന്ത് ചെയ്യും? താൻ കാരണം മരിച്ചുപോയ ഒരു പയ്യന് വേണ്ടിയാ ഞങ്ങൾ സമരം നടത്തിയത്. ആ കുടുംബത്തിന്റെ ഒരേ ഒരു പ്രതീക്ഷയായിരുന്നു ജസ്റ്റിൻ. അതിന് തന്നെ സ്വത്ത് മുഴുവനും അവർക്ക് എഴുതി കൊടുക്കാനല്ല ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അവന്റെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാവണം. അവന്റെ അനിയത്തിയുടെ പഠിപ്പ് മുടങ്ങാതെ തുടരണം. അത്രേ ഉള്ളൂ. ആ ചെറുക്കന്റെ കുടുംബത്തിന് എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ കൊടുക്കാം. പക്ഷേ നീ ആഗ്രഹിച്ച പോലെ അതെന്റെ കൈ കൊണ്ട് കൊടുക്കുമെന്ന് നീ വിചാരിക്കണ്ട. അത് ഞാൻ തെറ്റ് ചെയ്തൊന്നും സമ്മതിക്കുന്ന പോലെ ആയിപ്പോവും. അവരെ പോലെ അഷ്ടിക്ക് വകയില്ലാത്ത കുടുംബക്കാരുടെ മുമ്പില് താഴ്ന്നു കൊടുക്കേണ്ട ഗതികേടൊന്നും ഈ ഗോപാൽജിക്ക് ഇല്ല. ഞാൻ എറിഞ്ഞു കൊടുക്കുന്നത് എന്താന്ന് വെച്ചാ അതും പെറുക്കിട്ട് പോകാൻ പറ. എന്റെ അച്ഛനെന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. അയ്യോ, നീയൊക്കെ ഇത്രേ ഉള്ളൂ. വെറുതെ കുറെ വാചകം അടിക്കുന്നല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ചങ്കൂറ്റം നിനക്കോ നിന്റെ കുടുംബത്തിനുണ്ടോ? ഒരു സാധാരണക്കാരൻ നിവർന്നു നിന്നാ തീരും നിന്റെ അഹങ്കാരം. താൻ എന്താ പറഞ്ഞേ? ജസ്റ്റിന്റെ കുടുംബക്കാരുടെ മുന്നിൽ താൻ താഴ്ന്നു കൊടുക്കില്ല എന്നല്ലേ? താനും തന്റെ കുടുംബവും അവർക്ക് നേരിട്ട് നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്യും. അവരുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയും ചെയ്യും. ഇത് മഹിമയുടെ വാക്കാ. എന്റെ കയ്യിൽ നിന്ന് നിനക്ക് 1 രൂപ കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നീ മോഷ്ടിക്കണം. വേണ്ടി വന്നാ ഞാൻ അതും ചെയ്യും. ഈ വീട്ടിൽ നിന്ന് തന്നെ മോഷ്ടിക്കും. തന്നെ കൊണ്ട് പറ്റുന്ന എന്താന്ന് വെച്ചാ ചെയ്യും. ഇനി എന്റെ നേരെ നീ കൈയോങ്ങിയ ഇവിടെ കൊണ്ട് ഞാൻ നിർത്തില്ല. സഞ്ജു, വേണ്ട. എല്ലാരും അകത്ത് പോയി. ഓ, താനും തന്റെ കുടുംബവും അവർക്ക് നേരിട്ട് നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്യും. അവരുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയും ചെയ്യും. ഇത് മഹിമയുടെ വാക്കാ.